ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നിക്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ക്രിസ്മസിന് മുന്നേ ഉണ്ടാകുന്ന കുറച്ച് ഒരുക്കങ്ങളായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ചെറിയ മോനും കൂടി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ 3 പീസായിട്ടില്ലേ നമുക്ക് മേടിക്കാൻ കിട്ടുക. മേടിക്കുന്ന ക്രിസ്മസ് ട്രീ തന്നെയാണ്. അപ്പോൾ ആ 3 പീസ് ഓരോന്ന് വച്ചിട്ട് അതിങ്ങനെ വലുതാക്കി വെക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയ ക്രിസ്മസ് ട്രീ, എന്നേക്കാളും നല്ല ഹൈറ്റുള്ള വലിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ എന്നെ കൊണ്ട് തന്നെ അത് ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം മോനെയും കൂടി വിളിച്ചിട്ടുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ഇത് പരിപാടികളൊക്കെ ചെയ്യുക. അതിനൊന്നും മമ്മിയും പപ്പിയൊന്നും രീതിക്ക് വരില്ല. കാരണം ഈ വക അലങ്കോല പരിപാടികളൊക്കെ കുട്ടികളുടെ പരിപാടിയാന്ന് പറയും. പിന്നെ എന്തെങ്കിലും വലിയ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർ വരും കേട്ടോ. എന്തെങ്കിലും വലുതൊക്കെ മുറിച്ച് തരണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരും. അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ക്രിസ്മസ് ട്രീ ഒന്നുമില്ല. നമ്മൾ പറമ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു മരക്കമ്പ് പൊട്ടിച്ചു കൊണ്ടുവരും. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ഞെങ്ങാനും ഒട്ടിക്കും. പിന്നെ കുറേ അരിങ്ങൊക്കെ തൂക്കിയിടും. അതൊന്നും പറ്റിയില്ല, നമുക്ക് വലിയ ഒരു കമ്പൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ചെടിച്ചട്ടിയിൽ ഒരു വലിയ ചെടി നോക്കിയിട്ട് എടുത്തിട്ട് വരും. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വയ്ക്കും. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആയിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനത്തെ, അന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷേ ഇങ്ങനത്തെ മേടിക്കാനായിട്ട് ആരും മുതിരില്ല. മാക്സിമം നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെയുള്ള എന്തെങ്കിലും കമ്പും കോലൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ചെയ്യും. ഇതിപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മേടിക്കുന്നു. പിന്നെ ഉള്ള സ്ഥലത്ത് നല്ല വൃത്തിക്ക് ഞങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അതിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടിൽ കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാവും, കാരണം എൻ്റെ തൊണ്ടയൊക്കെ പോയി കിടക്കുക, നല്ല പനിയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഇത് ഒറ്റ ദിവസത്തെ പരിപാടിയല്ല കേട്ടോ, 2-3 ദിവസമായിട്ട് ചെയ്തിട്ട് അത് ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് വീഡിയോ ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മക്കൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ, തീരെ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ വക കാര്യങ്ങൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർ കൂടുതലും മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കലാണ് പതിവ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണ്ടേ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തുണ്ടെന്നുള്ളതും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മക്കൾ അറിയണ്ടേ. അതുപോലെ അവർക്ക് ഇതിൻ്റെ എന്താ എൻജോയ്മെൻ്റ് എന്നും ഇതൊക്കെ നമ്മളും ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിച്ചു കൊണ്ടുവരും, ഇത് ചെയ്യുക അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ മക്കളെ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക തന്നെ വേണം. ഇപ്പോൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കാൻ കിട്ടുക അല്ലേ. ഓരോ കൊല്ലവും പുതിയത് ഇറങ്ങുന്നുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ സമയത്തൊക്കെ മേടിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ അത്രയും പൈസ മുടക്കി മേടിക്കാനായിട്ടൊന്നും ആരും മെനക്കെടില്ല. അപ്പോൾ മാക്സിമം ചെയ്യുന്ന പരിപാടി ഇതുപോലെ ഒരു ലൈറ്റ് ഇടും. അത് കഴിഞ്ഞ് കുറേ ബലൂണുകൾ കെട്ടി തൂക്കും. പിന്നെ ഈ അരിങ്ങെന്ന് പറഞ്ഞിട്ട് പേപ്പറിൻ്റെ ഒരു ഇത് കിട്ടും, അത് കുറേ തൂക്കിയിടും. പിന്നെ എല്ലാ ബന്ധുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് കാർഡ് അയക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ മെസ്സേജുകളല്ലേ, ഫോണിൽ മെസ്സേജ് അയക്കും. പക്ഷേ അന്ന് ക്രിസ്മസ് കാർഡുകൾ അയക്കും. ആ കാർഡുകൾ മുഴുവൻ കെട്ടി തൂക്കിയിടും. ഇതാണ് ഞങ്ങളുടെ ഡെക്കറേഷനായിരുന്നു. ഇപ്പോൾ ആ വക പരിപാടിയൊന്നുമില്ല, ബലൂണ് പോലും ഇല്ല. ഇപ്പോൾ മാക്സിമം ഇതുപോലെ പുറത്തുനിന്ന് മേടിച്ച് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് തൂക്കിയിടുക ചെയ്യുന്നത്. ഇതിന് അതിൻ്റേതായ ഭംഗിയുണ്ട്. പക്ഷെ മറ്റേതിന് കുറച്ചും കൂടി എഫേർട്ട് കൂടുതലാണ്, കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യവും കൂടുതലാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ, ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മമ്മിയും പപ്പിയും വന്നിട്ട് പറയും, ഇത് കുറച്ചും കൂടി അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഗൈഡൻസ് തരുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രീയിൽ ലൈറ്റിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാറും അതുപോലെയുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് അതിൽ തൂക്കിയിടണം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡെക്കറേഷൻ ഐറ്റംസൊക്കെ 2-3 വർഷം പഴക്കമുള്ളതാണ്. ഇതൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുള്ളൂ. മാക്സിമം പുതിയത് മേടിക്കൽ കുറവാണ്. പിന്നെ അത്രയ്ക്ക് കേടായി പോയെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പുതിയത് മേടിക്കുള്ളൂ. പിന്നെ ഇത് കുറേയൊക്കെ ഇതിൽ നിന്ന് ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് പോകും. ഞാനിത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ അവർ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് കാണുമ്പോൾ കുറച്ചൊക്കെ എടുത്തിട്ട് പോകും. മക്കൾ എത്ര വലിയവരാന്ന് പറഞ്ഞാലും അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്നും കുട്ടികളാണ്.
അത് കണ്ടില്ലേ, മോനെ എത്ര വലുതായിട്ടും അവൻ അവിടെ നിന്ന് കുറുമ്പ് കാണിക്കുന്നത്. അവിടെ നിന്ന് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് എറിഞ്ഞ് പിടിപ്പിക്കണം. അതിൽ തൂക്കിയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് എറിയണം അതിൻ്റെ ഉള്ളിലേക്ക്. കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ കാണിക്കാനായിട്ട് അമ്മമാരുടെ അടുത്തേ പറ്റുള്ളൂ അല്ലേ. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ അമ്മയുടെ അപ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര കുറുമ്പ് വേണമെങ്കിലും കാണിക്കാം, ഒരു കുഴപ്പമില്ല. മറ്റുള്ളവരുടെ അടുത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ അവരെ നടിയുള്ളില്ലേ അല്ലേ. അതെ, കാണിക്കണമൊക്കെ അവനോടെ വന്നിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കണം, എങ്ങനെയാണ് ഡെക്കറേഷൻസ് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ക്ലീൻ ഫിലിമിൻ്റെ കഴിഞ്ഞതിൻ്റെ ഒരു റോള് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് വരഞ്ഞു കൊടുക്കുകയാണ്, എന്നാലേ അതിൽ ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ അത് കൂടിൻ്റെ ക്രിസ്മസ് ക്രിബിൻ്റെ ഒരു തൂണ് പോലെ, ഒരു സൈഡിൽ തൂണ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പശ തേച്ചിട്ട് ഞാൻ ചിരട്ടയുടെ പീസ് ഒട്ടിച്ചു കൊടുക്കുക, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചിരട്ടയുടെ പീസ് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരുവിധം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വശത്തും ഒട്ടിച്ചിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് ഉണങ്ങണം, പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല, നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പേപ്പേഴ്സ്, ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള പേപ്പേഴ്സ് എടുത്തിട്ട് ചുരുട്ടി, എന്നിട്ട് അതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിക്കുകയാണ്. അതിന് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് A4 ഷീറ്റ്, നമുക്ക് യൂസ് ഇല്ലാത്ത A4 ഷീറ്റുകളൊക്കെയാണ്. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുകയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ പശ തേച്ചിട്ട് ചുറ്റും ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടൊന്നല്ല, ഈ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തുളയും ഇതാക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് ക്രിസ്മസ് ക്രിബിൻ്റെ സൈഡിൽ ഇങ്ങനെ പാറക്കൂട്ടം നിൽക്കുന്ന പോലെ, ഒരു വലിയ പാറ നിൽക്കുന്ന പോലെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് ഒട്ടിച്ചിട്ട് എന്തെങ്കിലും ഒരു പാറയുടെ ഷേപ്പിൽ ആക്കിയെടുക്കും. പിന്നെ ഇത് ക്രിസ്മസ് കൂട് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്, ഒരു 2 വർഷം മുന്നേ. ഞങ്ങൾക്ക് 2 വർഷമായിട്ട് ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില കാരണങ്ങൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ അതങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസും കൂടിൻ്റെ സ്ട്രക്ചറിനും ഉള്ളത് ഞങ്ങൾ അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു കട്ടിയുള്ള സ്പോഞ്ചാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ട് വൈക്കോലൊക്കെ ഇവിടെ കാശ് കൊടുത്ത് മേടിക്കണ്ട കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഈ പാടത്തൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പറന്നു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് എന്നെ ഇതിന് സഹായിക്കാനായിട്ട് എൻ്റെ മൂത്ത മോനുണ്ട്. അപ്പോൾ അവന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ എന്നിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ അതിനത് കറക്റ്റായിട്ട് ചെയ്ത് തരും. ഇതാ കണ്ടോ, അവൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുകളിൽ കുറച്ചും കൂടി അങ്ങനെ ഒട്ടാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സൂചി നൂലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്നോളും. മുകളിൽ കൂടെ നമ്മൾ നൂല് ഒന്ന് സിഗ്സാക്കായിട്ട് മുകളിൽ കൂടെ തുന്നി കൊടുത്തു കഴിഞ്ഞാൽ തീരെ പോവാണ്ട് അതങ്ങനെ നിന്നോളും. ഒരു യെല്ലോ കളർ തന്നെ നൂല് നോക്കി എടുത്താൽ മതി. അപ്പോൾ വലിയ അത് വ്യത്യാസം അറിയില്ല. ഞാൻ ആ ബോൾസ് മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒട്ടാണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഈ ബ്രഷ് വെച്ച് അങ്ങനെ ഒട്ടിക്കാനായിട്ട് അത്ര സുഖമൊന്നുമില്ല കേട്ടോ. അതിൽ നല്ലത് ഇതുപോലെ മുക്കിയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക, അത് വേഗം പണി കഴിയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മുക്കിയിട്ട് അതിങ്ങനെ പശ എന്ന് പറയുന്നത് ഫെവിക്കോളും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ മുക്കിയിട്ട്
നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി, എവിടെയൊക്കെയാണ് കറക്റ്റ് ഷേപ്പ് അല്ലാണ്ട് വന്നിരിക്കുന്നതെന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചിരട്ട വെച്ച് തൂണ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ അവൻ ബ്ലാക്ക് പെയിൻറ്, എൻ്റെ മോൻ ബ്ലാക്ക് പെയിൻറ് അടിച്ചിട്ട് ആ ക്രിബ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, 2 പീസ്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതായിട്ട് 2 പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ വൈറ്റും ബ്ലാക്കും പെയിൻ്റാണ് എടുത്തേക്കണം. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഗ്രേ കളറിൽ കിട്ടും. അത് ചിലയിടത്ത് ലൈറ്റും ചിലയിടത്ത് ഡാർക്കും ആയിട്ട് നമ്മൾ അടിച്ചെടുക്കാം. അപ്പോൾ ഒരു വലിയൊരു പാറ ഇരിക്കുന്ന ഒരു രീതിയിൽ കിട്ടും നമുക്ക്. ആ ഒരു കളറിലേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനി പെയിൻറ് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ ഐഡിയാസ് വെച്ചിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ ഞാനും എൻ്റെ അനിയനും ചെയ്തിരുന്ന ആ ക്രിബൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പല ഐഡിയാസും കൊണ്ടുവരും, എന്നിട്ട് ഇരുന്ന് ചെയ്യും. പക്ഷെ അവസാനം വരുമ്പോൾ എല്ലാ കൊല്ലം ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യുന്നു മാത്രം. കുറേ പ്രാവശ്യം ഓരോ തരത്തിൽ ഉണ്ടാക്കും, അഴിക്കും, വീണ്ടും ഉണ്ടാക്കും. പിന്നെ 2 പേർക്കും 2 ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വാക്ക് തർക്കവും മമ്മിയുടെ കയ്യിൽ നിന്ന് ചീത്ത കിട്ടുന്നതും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഞങ്ങൾ കൂടുതലും തെങ്ങും പട്ടയും അതുപോലെ തന്നെ പനം പട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ചെയ്തിരുന്നത്. അല്ലെങ്കിൽ പിന്നെ മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യും, ക്രിസ്മസ് കൂടിൻ്റെ മോൾ ഭാഗമൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ തെർമോക്കോൾ മേടിച്ചിട്ട് അത് മുറിച്ച് കുറച്ച് ഹൈടെക് ക്രിബുകളൊക്കെ ആയി. അങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങി. മുന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് ക്രിസ്മസ് ക്രിബാണ് ഉണ്ടാക്കാറ്. പിന്നെ കൂടുതലും സ്റ്റൂൾ എടുത്തിട്ട് സ്റ്റൂൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറേ പുല്ലും അല്ലെങ്കിൽ ഈ കമ്പും പോലൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇത് പെയിൻ്റ് അടി കഴിഞ്ഞു, അത് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ക്രിസ്മസ് കൂട്ടിലേക്ക് പോകാനുള്ള ഒരു വഴി പോലെ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡേറ്റ്സിൻ്റെ സീഡ്സും അതുപോലെ തന്നെ പിസ്താഷ്യലും അതിങ്ങനെ മാറി മാറി ഓൾട്ടർനേറ്റീവായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അത് ആദ്യം 2 ലൈൻ ആദ്യം 2 ലൈൻ നമ്മളെ ഡേറ്റ്സിൻ്റെ സീഡ്സും അത് കഴിഞ്ഞിട്ട് 2 ലൈൻ പിസ്താഷ്യല്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് അത് ഒട്ടിക്കുന്നത്. അപ്പം നമുക്കൊരു കല്ല് പതിച്ച ഒരു പാത്വേ പോലെ തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ഇപ്പം 2 വരി ഡേറ്റ്സിൻ്റെ സീഡ്സ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിസ്താഷ്യലാണ് ഒട്ടിക്കുന്നത്. ഈ ക്രിബ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ മക്കളും കൂടി ഉണ്ട്. അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബാക്കി അവർ തന്നെ ചെയ്യും. കുറേയൊക്കെ അവരുടെ ഐഡിയാസും ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും, ബാക്കി അവർ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ബാക്കിയുള്ള വർക്കുകളായിട്ട് അങ്ങനെ പോവും. ഒരാൾ മാത്രം പണിയെടുക്കുക, ബാക്കി ആരും ഇതിലേക്ക് സഹകരിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഞാൻ അവരെയും കൂടിയും പിടിച്ചു വലിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. പിന്നെ അവർക്കും അതിൻ്റേതായ സന്തോഷം ഉണ്ടാവണ്ടേ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സംഭവം ഒട്ടിച്ചെടുത്തതുണ്ടാവുക. പിന്നെ സൈഡിൽ ആ പാറയും അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി എല്ലാ സെറ്റിങ്സും കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിൽ രൂപങ്ങളൊക്കെ വെച്ചു, ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ക്രിബ് ഇരിക്കുന്നത്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അത്ര റീച്ച് കിട്ടുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ വന്ന ക്രിസ്മസ് കരോളും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
Jingle bell, jingle bell, jingle all the way. Hey, jingle bell, jingle bell, jingle all the way. தந்தை மகன் தூய ஆவியின் பெயராலே ஆமென். இதோ கன்னி கருவுற்று ஒரு ஆண்மகவை பெற்றெடுப்பார். அக்குழந்தைக்கு இம்மானுவேல் என்று பெயரிடுவர் என்று இறைவாட்டின வாயிலாக ஆண்டவருக்கு நிறைவேறவே இவை யாவும் நிகழ்ந்தன. இம்மானுவேல் என்றால் கடவுள் நம்மோடு இருக்கிறார் என்பது பொருள். ഇത് ക്രിസ്തു വഴങ്ങുന്ന ചെയ്തി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞു പറയുമേ, അമ്മയ്ക്ക് സ്തുതി. കർത്താവ് അങ്ങേ കൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ செங்கடலில் நீ Amen.